കുറച്ച് നാളായിട്ട് കിച്ചണിലിരിക്കുന്ന ബോട്ടിൽസിനൊക്കെ സ്പൈസസിന്റെ പേരും പൗഡേഴ്സിന്റെ പേരൊക്കെ എഴുതണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തെമുവിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴാണ് ആ ബോട്ടിൽസിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന നെയിം സ്ലിപ്പ് ഞാൻ കണ്ടത്. എന്നാൽ പിന്നെ മേടിച്ച് കളയാന്നുള്ള രീതിയിൽ ഞാൻ അതങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ സാധനം എത്തിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറച്ച് നെയിം സ്ലിപ്പും കൂട്ടത്തിൽ എനിക്ക് 2 പേനയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് എക്സ്ട്രാ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട്. നേരത്തെ ഇരുന്ന മസാല ബോട്ടിൽസ് എല്ലാം ഈ പ്രാവശ്യം വേറൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ ഏറ്റവും ആദ്യം യൂസ് ചെയ്ത ബോട്ടിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കഴുകി വെച്ചിട്ട് കുറച്ചേറെ മാസമായെങ്കിലും ഈ പ്രാവശ്യം അതിനൊന്ന് തിരിച്ച് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എല്ലാത്തിനും റീസ്റ്റോക്ക് ചെയ്ത് പേരൊക്കെ എഴുതി നല്ല കുട്ടപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സ്പൈസസ് എല്ലാം ഞാൻ എൻ്റെ കിച്ചണിൽ അറേഞ്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. ഡാലും കടലയും കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റാർബക്സിൻ്റെ ബോട്ടിൽസിലോട്ടാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ടിൽസിനെല്ലാം പേരിടൽ ചടങ്ങും കഴിഞ്ഞു.